SLC എത്ര മാർക്ക് ഉണ്ട്? വന്നില്ല. പറഞ്ഞില്ല. എവിടെ കാലിന്റെ അടി ഫുള്ള് പൊള്ളിക്കാണ്. കാണിച്ചായിരുന്നോ? ഓ എന്താ പോലെ കാണിച്ചാലും സ്കൂളിൽ കൂടി പോകണ്ട ഇരിക്കണത്. തീ കളിച്ചതാണ്. തീ കളിച്ചിട്ട് കാലിന്റെ അടി പൊള്ളിക്കാണ്. എന്നിട്ട് കെട്ടിച്ചു മരുന്ന് വെച്ചെന്ന് എന്താ മുത്തു ചോദിച്ചോ? മരുന്ന് വെച്ചോക്കാനോ? പൊട്ടണ്ട, അത് പൊളയത്തുമ്പോ തേക്കണ മരുന്നാണ്. ദിവസം എങ്ങനെ പോണേ? ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാനല്ലേ? മൈക്കുടിച്ചോ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാൻ. മുത്തൂസിന് എത്ര വയസ്സായി? 25 ആവണം. 25 വയസ്സായി. ഇതുവരെ ഐഡി കാർഡ് ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഐഡി കാർഡ് ഉണ്ടാക്കാൻ പോകണല്ലേ? എന്തൊക്കെ എടുത്തിട്ടുള്ളത്? SSLC ബുക്കും ഫോട്ടോയും പിന്നെ SLC എത്ര മാർക്ക് ഉണ്ട്? വന്നില്ല. പറഞ്ഞില്ല. പാസ്സായിക്കണം. ആയിക്കോട്ടെ. എന്താ ഒരാളതൊക്കെ കാലം കെട്ടിയവനപ്പൊ രാവിലെ ഞാൻ മദർസുക്ക് രാവിലെ നീച്ചിട്ട് അവനെ വണ്ടി കൊണ്ടാക്കണം. അതേപോലെ തന്നെ മദർസിട്ടാ കൊണ്ടുവരാൻ പോണം. എനിക്കിപ്പോ 2 ദിവസമായിട്ട് ഭയങ്കര ഡ്യൂട്ടിയാണ്. രാവിലെ സുബഹിക്ക് ഇച്ചിരി അവനെ മദർസ കൊണ്ടുപോയൊക്കെ തിരിച്ചോണ്ടാ. ആദ്യത്തെ ദിവസം അവന്റെ ഉസ്താദ് തിരിച്ചോണ്ടാക്കി തന്നോ. എന്നാ പോലും ആധാർ കാർഡ് രാവിലെ ഞാൻ കാറിലാണ് അവൻ മദർസ കൊണ്ടുപോയി കൊടുത്തത്. ബൈക്കാണെന്നുണ്ടെങ്കിൽ പോണ ബൈക്ക് കേടന്ന് ബൈക്ക് തന്നു. അവിടെ പോണ ബൈക്കാൻ കാണിച്ചായിരുന്നു. അവിടെ റോഡിൽ ഇറക്കണ്ട്. അവന്ന് അതിന്റെ സാധനം ഇവിടെ ഉണ്ട്. അതിന്റെ മറ്റേ ഗിയറിന്റെ ഒരു ലിവറിന്റെ ഒരു അടിഭാഗം പൊട്ടിക്കണത്. അത് ഞാനൊന്ന് മാറ്റിയതാണ് വണ്ടി എടുത്തതിന് ശേഷം. അതിന്റെ ഇവിടെ എവിടെ കിടക്കണ്ട മൊത്തം നോക്കി നോക്കണ്ടോ. അത് വന്നിട്ട് നോക്കി നോക്കാം. കോണിന്റെ ചോട്ടില് അല്ലെങ്കിൽ മുകളില് അവിടെ എവിടെ കാണണത്. എന്താണ് ചോട്ടണ്? കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു വിചാരിച്ചേന്ന് മുയലിനെ. കുട്ടികൾ ചത്തിട്ടോ. 3 കുട്ടികളുണ്ടായിരുന്നു പറഞ്ഞേ. അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ പാല് കൊടുക്കണേക്കാ നല്ലത്. കൂട്ടിൽ തന്നെ വെച്ചാല് അതിന് ഇഷ്ടം ഉണ്ടാവും. പാലങ്ങനെ കൊടുത്തോളും എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂട്ടിൽ തന്നെ വെച്ചു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കുട്ടികളെ നോക്കണ പോലെ 10 മിനിറ്റ് അല്ലെങ്കിൽ രാവിലെ ഉച്ചക്കും വൈകുന്നേരം കഴിച്ചു കുടിച്ച് പാലെടുക്കലേന്ന്. പ്രാവശ്യം മുത്തു സാറിനു എല്ലാരും കൂട്ടിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് സ്വന്തം പാല് കുടിക്കാണെന്ന് എല്ലാവരും പറയില്ല. അതിനുള്ളിൽ നിന്നോട്ടായിരുന്നു. ഞാൻ ഉള്ളിൽ വെച്ചു. 2 എണ്ണം തീരെ പാല് കുടിക്കാണ്ട് ഇന്നലെ ചത്തു. എന്നിട്ട് ഞാൻ നല്ല സിറിഞ്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നപ്പത്തിന് 1 എണ്ണം ചത്തു. പിന്നെ 1 എണ്ണം നല്ലപോലെ പാല് കുടിക്കണ്ടായിരുന്നു. അപ്പൊ അതിനാണെങ്കിൽ ഇന്ന് നേരം വെളുത്ത് നീച്ചേക്കിന് മുയല് കടിച്ചതാണോ അല്ലെങ്കിൽ മുയൽ അതിന്റെ കൂട്ടൊന്നും എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് വല്ല പൂച്ചയും കടിച്ചോണ്ടായോ ഒന്നും അറിയില്ല. സാധനം എന്താണെന്നുണ്ടെങ്കിലും അവൻ ചത്തു. അങ്ങനെ മുയലും കുട്ടികളും 3 പോയി. അവൻ ഇൻഷാല്ലാ പോണ വയ്ക്കാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളെ അന്ത്രപ്പാടിന്റെ ഷോപ്പിന്റെ അടുത്താണ് നമ്മളെ അക്ഷയാവും കൂടി കാണിച്ചു തരാം. നല്ല പെർഫ്യൂമും ഫാൻസിയും സാധനങ്ങളൊക്കെ ഉള്ള. മൊത്തം ഇടക്കിടക്ക് പോകും. ഇത് വേണം മറ്റേത് വേണം മറിച്ചത് വേണമെന്നിട്ട്. ഇന്നിപ്പോ ബാഗ് വന്നിട്ടുണ്ട് അവരെ. ബാഗ് വേണമെന്ന് അറിഞ്ഞോ. അപ്പൊ അവൻ മേടിച്ചിട്ട് അവൻ കാണിച്ചു തരാം. മുത്തൂസേ പോവല്ലെന്നാ. ഇതാ നമ്മളെ ബൈക്ക് ഇതാ കിടക്കണം കേട്ടോ. അതിൻ്റെ ഗിയർ ലിവറിന്റെ ഇവിടെ ടച്ചിക്കാണ്. വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നമ്മളെ റോഡിൽ തന്നെയാണ്. എന്നാലും എൻ്റെ അപ്പുറ സൈഡിലാണ് ഗിയറിന്റെ ലിവർ പൊട്ടിക്കാണ്. അങ്ങനെ മുത്തോസിന് അങ്ങനെ ID കാർഡ് ഉണ്ടാക്കി അല്ലേ? അത് കഴിഞ്ഞില്ലേ? ഓൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു സാധനത്തിന് വന്നെങ്കിൽ ഒന്നുമില്ല. അവിടുത്തെ എപ്പിക് നമ്പർ ഇല്ല, ആധാർ ഇല്ല. എന്താണ് എന്തേ നമ്മളങ്ങനെ ഓണപ്രാത്ത ഉള്ളത് കേട്ടോ. അതാണ് നമ്മളെ അനിയൻ്റെ ഷോപ്പ് ഞാൻ പറഞ്ഞത്. സിയ ഫാൻസി. നല്ല അടിപൊളി പെർഫ്യൂംസും സാധനങ്ങളും എല്ലാം ഉണ്ട് അവിടെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസിൻ്റെ ഒരുപാട് സാധനങ്ങൾ എന്താ വന്നിങ്ങനെ കിടക്കുന്നുണ്ട്. ഇതാ പൊട്ടിക്കുന്ന സാധനമൊക്കെ അതവിടെ. എന്താ ഏത് പെർഫ്യൂമോ ആണെന്നുണ്ടെങ്കിലും മിക്സ് ചെയ്താണ് തരും അല്ലടാ? എനിക്കറിയില്ലെന്നോ. ഓനക്ക് മിക്സ് ചെയ്യാൻ അറിയില്ലാണ്. മറ്റവനാണ് നേരെ താഴെയുള്ളവനാണ് കടയിൽ നിൽക്കൽ. ഓനെ ഇപ്പം ഇങ്ങനെ ഓൻ ഇല്ലാത്തുമ്പോൾ വന്നിക്കണം. ഓനിപ്പോൾ പർച്ചേസിന് വയ്ക്കണം. ഇപ്പോൾ എല്ലാതാ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ട് ബാഗ് എല്ലാ സാധനങ്ങളും ഫയൽ കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള മറ്റേ പാനും നോട്ട് പുസ്തകം അങ്ങനെ തുടങ്ങിയിട്ടുള്ള A4 ഷീറ്റും തുടങ്ങി ക്ലിപ്പുകൾ വലിയ ശേഖരം തന്നെ ഉണ്ട്. വലിയ ഓഫറും കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ സിയ അടിച്ചാൽ കിട്ടും. നല്ല ഓഫറുകൾ കാര്യങ്ങളും കോംബോ ഓഫറും മറ്റൊക്കെ ആയിട്ട്
അതുണ്ട്. പിന്നെ ഇതാ നല്ല അടിപൊളി ബാഗുകൾ, ഇതാ കുട്ടികൾക്ക് കളിക്കാനുള്ളത്, ബർത്ത്ഡേക്ക് പറ്റുന്ന സാധനങ്ങൾ, ലിപ്സ്റ്റിക്ക്, അങ്ങനെ വള കാര്യങ്ങൾ, ഇതൊക്കെ അത് വാങ്ങിത്തരില്ല. എല്ലാം വന്നിക്കാണ്. നമ്മൾ ഇന്നലെ മേടിച്ചോണ്ടേത് നമ്മള്. ചെരുപ്പാണെന്നുണ്ടെങ്കിൽ ഇതാ എല്ലാ ഐറ്റം ചെരുപ്പും ഷൂവും കുട്ടികളതും മറ്റേതൊക്കെ ആയിട്ടുള്ള ഉണ്ട്. ഇതാ കൊതുകിനെ തല്ലണ ബാറ്റ് അടക്കണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ ഇതാ കമ്മല്, ഞാൻ ഇപ്പം ഇപ്പിച്ച് വേറെ വാങ്ങിത്തരാം. ഇതാ കമ്മലുകളുടെ വലിയ ശേഖരണം ഉണ്ട്. അതേപോലെ റോഡ് ഗോൾഡിൻ്റെ മാലകൾ, സുറുമ, പിന്നെ ഇതാ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ, വളകളുണ്ടാവും, സ്വർണത്തിൻ്റെ വളകൾ വരെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാ ക്ലിപ്പുകൾ, മാലകൾ, ഇതാ ഒരുപാട് ക്ലിപ്പുകളും മാലകളും തുടങ്ങിയിട്ട് ഇതാ മുത്തൂസ് അത് അവിടെ നിന്ന് കിക്കാന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. ഇനി എന്താണുള്ളത്? അമ്മാൻ്റെ റെഡി ആക്കണ്ടോ നടക്കൂടെ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കടന്ന് കാണിച്ചു കൊടുത്തേനെ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് പപ്പൻ്റെ തൊപ്പിന്നും കാര്യങ്ങളൊക്കെ വന്നിരിക്കണം. ഓൾക്ക് എന്നിട്ട് ഐസ്ക്രീമും ആണെന്ന് പറഞ്ഞു. അവൾക്ക് ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാം, ആവൽ മിൽക്കും ആണെന്ന് പറഞ്ഞു. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ കയറി വന്നേക്കിന് തന്നെ മറ്റേ അക്ഷയത്തെ പെണ്ണുങ്ങൾ അവൽ മിൽക്ക് ഓർഡർ ചെയ്ത് കുടിച്ചായിരുന്നു. ഓൾക്കും വേണം അവൽ മിൽക്ക്. കിട്ടിയില്ലേ? ഇനി പെരി പോയി ഭക്ഷണം വേണ്ടില്ലല്ലോ, ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടല്ലേ?